+1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധങ്ങൾ ശക്തമാകുന്നതിനിടയിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കി SFIയും രംഗത്ത്. അധിക +1 ബാച്ച് ആവശ്യപ്പെട്ട് SFI മലപ്പുറം കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തും. കോഴിക്കോട് RDD ഓഫീസിൽ KSU നടത്തിയ ഉപരോധ സമരത്തിൽ നേരിയ സംഘർഷവും ഉണ്ടായി. രാവിലെ ബാക്കിയുള്ള കൊടിയിട്ട് RDD ഓഫീസിൽ ഉറക്കണ്ടെന്നാല് RDD കയറണ്ട. നിങ്ങളിവിടെ തറഞ്ഞിക്കുന്ന ഞാൾ കയറുന്നില്ല, RDD കയറില്ല ഇവിടെ. ഒന്ന് കാണണല്ലോ. RDD വർക്ക് ചെയ്യണ്ടേ എനിക്ക്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി മലബാറിലെ സീറ്റ് ദൗർലഭ്യം കണ്ണടി വെച്ചാൽ കാണാൻ പറ്റൂലേ? ഞങ്ങളത്തെ വിദ്യാർത്ഥികളുടെ നേതാക്കളല്ലേ? വിദ്യാർത്ഥികൾ പ്രശ്നമല്ല, ഞങ്ങൾക്ക് കയറി കൂടെ? ഇത് ഗവൺമെന്റ് ഓഫീസല്ലേ? എന്താ കേരളത്തെ പ്രശ്നം? ഗവൺമെന്റ് ഓഫീസിലേക്ക് കയറും ഞങ്ങള്. വിദ്യാർത്ഥികളുടെ പ്രശ്നത്തിന് അന്ത്യം വരുന്നത് വരെ ഈ വിദ്യാർത്ഥി പക്ഷ പോരാട്ടമായി ഞങ്ങൾ ഇവിടെ ഉണ്ടാകും. ഈ വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കുന്നത് വരെ, ഇവിടുത്തെ മുഴുവൻ കുട്ടികൾക്കും സീറ്റ് ലഭിക്കുന്നത് വരെ ഈ പോരാട്ടവുമായി ഇവിടെ ഞങ്ങൾ ഉണ്ടാകും. അതിനെ രാത്രി കാട്ടിയും ജയിലറെ കാട്ടിയും പേടിപ്പിച്ചാൽ ഈ പിണറായിയുടെ പോലീസ് ശ്രമിച്ചിട്ട് കാര്യമില്ല എന്ന് മാത്രം പറയുന്നു. അവരുടെ +1 പ്രവേശനോത്സവ ഉദ്ഘാടനം തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മന്ത്രി V ശിവൻകുട്ടി നിർവഹിച്ചു. കോഴിക്കോട് നിന്ന് രാഹുൽ KV, മലപ്പുറത്ത് നിന്ന് അരുൺ അമൃതനാഥും തിരുവനന്തപുരത്ത് നിന്ന് ഗോകുൽനാഥും വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം രാഹുൽ KVയിലേക്ക്. രാഹുൽ, ഈ പ്രതിഷേധങ്ങൾ അങ്ങനെ തന്നെ തുടരുകയാണ്. അലോട്ട്മെന്റുകൾ പൂർത്തിയായി ഇന്ന് +1ൽ നിന്ന് വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പ്രവേശനം കിട്ടാതെ പുറത്തു നിൽക്കുന്ന സാഹചര്യം എത്രത്തോളം വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്? സമരങ്ങൾ എങ്ങനെ? അത് കോഴിക്കോട് ഇപ്പോൾ KSUവിന്റെ പ്രതിഷേധം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹയർ സെക്കൻഡറി വിഭാഗം റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിന് മുൻപിലാണ് KSU പ്രതിഷേധിക്കുന്നത്. അതിനകത്ത് കുറച്ച് പ്രവർത്തകരെ പോലീസ് ഇതിനകം തന്നെ കസ്റ്റഡിയിലെടുത്ത് നീക്കിയിട്ടുണ്ട്. RDD ഓഫീസിലേക്ക് തള്ളിക്കയറാനായിരുന്നു KSU പ്രവർത്തകരുടെ ശ്രമം. അവർ പറയുന്നത് പ്രകാരം കോഴിക്കോട് ജില്ലയിൽ മാത്രം മികച്ച വിജയം നേടിയിട്ടും നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രതിഷേധിക്കുന്ന KSU പ്രവർത്തകരെ ബലപ്രയോഗത്തിലൂടെ കസ്റ്റഡിയിലെടുത്ത് നീക്കുകയാണ്. ആ ദൃശ്യങ്ങളിലേക്ക് പോവാം. ഞാൻ ഈ അറസ്റ്റ് എന്തിനാണ് എന്നാണ് ചോദിക്കുന്നത്. സാറേ, ഞങ്ങൾ സമരം ചെയ്യുന്നത്
മലബാറിലെ +1 സീറ്റ് പ്രസന്റ് ബന്ധപ്പെട്ട ആ ഗേറ്റ് ഒറ്റ സൈൻ പറഞ്ഞോട്ടെ. ആ ഗേറ്റ് കടന്നു വരുമ്പോ പോലീസുകാർക്ക് ഇവിടുത്തെ കോടി ഇത് പൂട്ടുക. ആദ്യം കാണാനുള്ള അവകാശം കേസുകാർക്കില്ലേ? ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾക്കുണ്ടോ? അല്ല, ഇതെന്താ കാര്യം? അല്ല, നിങ്ങൾക്ക് എന്താ ആദ്യനെ കണ്ട എന്താ പ്രശ്നം? അല്ല, ആദ്യനെ ഞാനൊന്നൊറ്റ കാര്യം ഈ ആദ്യനൊക്കെ 10,000 സാറേ +1 സീറ്റ് തുടങ്ങുക. ഓഫീസ് തുറന്ന് ഞാനിരിക്കാം. എനിക്ക് നിങ്ങളോടൊന്ന് സാറേ എനിക്ക് നിങ്ങളോട് പറഞ്ഞോട്ടെ, ഞാനൊരു അക്രമം കാണിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞോട്ടെ ഞങ്ങളൊരു അക്രമം കാണിച്ചില്ല. നിങ്ങൾ ഇങ്ങനെ ബലം പിടിക്കല്ല. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ, അല്ല കാല് പൊക്കല്ല. സ്ഥലത്തെ പോലീസിനോട് KSU ജില്ലാ പ്രസിഡന്റിനും KSU ഭാരവാഹികൾക്കും സംസാരിക്കാൻ പറ്റില്ലേ? ഒന്ന് സംസാരിച്ചോട്ടെ. ഈ ഗേറ്റ് കടന്ന് ഞങ്ങൾ വരിക, ഇവിടെ കൂട്ടിയിടുക. 16,000-ഓളം വിദ്യാർത്ഥികൾ പുറത്താ. +1 ക്ലാസ്സിന് തുടങ്ങുക. ഈ കുട്ടികളുടെ കണ്ണീരിന് ആര് സമാധാനം പറയും? 10ാം ക്ലാസ് ഫുൾ A+ വാങ്ങിയിട്ട് 9 A+ വാങ്ങിയിട്ട് എന്റെ കൈ പൊട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് വിലപ്രയോഗം നടത്തിയിട്ട് പൊട്ടിച്ചാല് നിങ്ങൾ പിണറായി വിജയന് വേണ്ടി പണിയെടുക്കുന്നെങ്കിൽ സാറേ നടക്കൂല. അല്ല, ഞാനൊന്ന് കണ്ടോട്ടെ. ഇന്നൊരു കാര്യം പറഞ്ഞേക്കാം, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് നാളെ മുതൽ തുറന്ന് പ്രവർത്തിക്കാൻ പോലീസ് സംരക്ഷണം കൊടുക്കുന്നത് കാണുന്നു. ഞങ്ങൾക്കൊന്ന് കാണുന്നു. KSUക്കാരെ വെല്ലുവിളിച്ചിട്ട് ഈ ബലം പ്രയോഗത്തിന്റെ ആവശ്യമില്ല. RDD ഓഫീസിന് മുന്നിൽ ഇരുന്നിട്ടാണ് ഈ മക്കൾക്ക് വേണ്ടിയില്ല സാറേ സമരം. സാററിയോ, ഇവിടെ കൂലിപ്പണിക്ക് പോകുന്ന ആളുകളെ മക്കള് +1 സീറ്റ് കിട്ടാതെ പുറത്താക്കും. നിങ്ങളെ തൊപ്പിയും കാര്യങ്ങളൊക്കെ നിങ്ങളെ തൊപ്പിയും ബാറ്റും ഒക്കെയാ. ആരുടെ വർക്ക് ചെയ്യണ്ട, എനിക്ക് ആരുടെ വർക്ക് ചെയ്യണ്ട. സംസ്ഥാനത്ത് +1 ഇന്ന് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു. ആ സമയത്തും രൂക്ഷമായ പ്രതിഷേധം സംസ്ഥാനത്ത് പലയിടങ്ങളിൽ നടക്കുകയാണ്. കോഴിക്കോടും മലപ്പുറത്തുമെല്ലാം പ്രതിഷേധം തുടരുകയാണ്. രാഹുൽ KV കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ മലപ്പുറത്ത് കളക്ടറേറ്റിലേക്ക് SFIയുടെ മാർച്ചും പ്രതിഷേധവും നടക്കാനൊരുങ്ങുകയാണ്. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, SFIയുടെ ദേശീയ നേതാവ് VP സാനുവും കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറി PM ആർഷോയും ഒക്കെ പറഞ്ഞതാണ്, അഡ്മിഷൻ പൂർത്തിയായിട്ടും വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുന്നുണ്ട് എങ്കിൽ SFI സമരരംഗത്തുണ്ടാകും എന്നുള്ളത്. SFI അത് അങ്ങനെ തന്നെ പ്രാബല്യത്തിൽ വരുത്തുകയാണ്. സമരവുമായി ഇന്ന് മലപ്പുറം കളക്ടറേറ്റിലേക്ക് പോവുകയാണ്. അരുൺ, കേൾക്കാമോ? തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മന്ത്രി V ശിവൻകുട്ടി അല്പസമയം മുമ്പാണ് +1 പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത്. +1 വിദ്യാർത്ഥികൾക്ക് ഇന്ന് ക്ലാസ് ആരംഭിക്കുകയാണ്. അതിനിടയിലും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുന്നു എന്ന സാഹചര്യം സമ്മർദ്ദത്തിലേക്ക് വിദ്യാർത്ഥി സംഘടനകളെ SFI അടക്കം KSU MSFും ഒക്കെ കഴിഞ്ഞ ദിവസം തന്നെ സമരരംഗത്ത് സജീവമായുണ്ടായിരുന്നു. SFI അടക്കം വിദ്യാർത്ഥി സംഘടനകൾ സംസ്ഥാനത്ത് +1 സീറ്റ് ദൗർലഭ്യവുമായി ബന്ധപ്പെട്ടുള്ള സമരരംഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. നേരിയ പ്രതിസന്ധി ഉണ്ട് എന്നാണ് കുറച്ചു മുമ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ പറഞ്ഞത്. നേരിയ പ്രതിസന്ധിയല്ല, ഇപ്പോഴും മികച്ച വിജയം നേടിയ, മികച്ച മാർക്ക് നേടിയ വിദ്യാർത്ഥികൾ സീറ്റ് കിട്ടാതെ, ഇഷ്ടപ്പെട്ട കോഴ്സുകൾ പ്രവേശനം കിട്ടാതെ പുറത്തു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ അധിക ബാച്ച് എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. വിവിധയിടങ്ങളിൽ പ്രതിഷേധം നടത്തുന്ന വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. മലപ്പുറത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. മലപ്പുറം കളക്ടറേറ്റിലേക്കാണ് SFIയുടെ പ്രതിഷേധ മാർച്ച് എത്തിയത്.
പൊടിയോ?